നാൽപ്പതുകാരിയുടെ പ്രണയം ഭാഗം 34. ദിവസങ്ങൾ പെട്ടെന്നാണ് കടന്നുപോയത്. ഭക്ഷണം കഴിക്കാനിരുന്ന ജയ്യുടെ ഫോണിലേക്ക് പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്ന് ഒരു ഫോൺ കോൾ. അല്പം സംശയത്തോടെ ജയ് ഫോൺ എടുത്തു. ഹലോ ഹലോ. അപ്പുറത്തുള്ള ശബ്ദം കേട്ട ഉടൻ ജയ്ക്ക് ആളെ മനസ്സിലായി. മീനുവിൻ്റെ വല്യേട്ടൻ. ഹലോ, പറയൂ ഏട്ടാ. അപ്പോൾ ആളെ മനസ്സിലായല്ലേ? വല്യേട്ടൻ മറു ചോദ്യം ചോദിച്ചു. മനസ്സിലായി. എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല ഏട്ടാ, നല്ല രീതിയിൽ പോകുന്നുണ്ട്. നീ എന്താ വീട്ടിലേക്കൊന്നും വരാതിരുന്നേ? വല്യേട്ടൻ വേറൊന്നും ചോദിക്കാതെ ആദ്യം ചോദിച്ചത് അതായിരുന്നു. അത് വരാൻ അങ്ങനെ അല്ല ഏട്ടാ, ഞാൻ എൻ്റേതായ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു. നിങ്ങളുടെ വിവാഹം പെട്ടെന്ന് കഴിഞ്ഞതാണ്, അതും വളരെ രഹസ്യമായിട്ട്. പിന്നെ ഭാര്യ വീട്ടിൽ എല്ലാ ദിവസവും വരാൻ ഏതൊരാണിനും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് അതിന് ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ ആഴ്ചയിലൊരിക്കലെങ്കിലും വേണ്ടേ അങ്ങനെയൊരു കാര്യം? ഏട്ടൻ്റെ ചോദ്യത്തിന് മുന്നിൽ ജി മൗനം പാലിച്ചു. വിവാഹം കഴിഞ്ഞ് അന്ന് വന്നു പോയതാ നീ എന്ന് അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞു. അമ്മയ്ക്ക് അതിൽ നല്ല വിഷമമുണ്ട്. വിവാഹം കഴിഞ്ഞ പാടെ എന്താ നീ ഇങ്ങനെ എന്നാണ് അമ്മയുടെ ചോദ്യം. അതിനും ജയ് ഉത്തരം നൽകിയില്ല. പറ്റുമെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും വീട്ടിൽ വരാൻ നോക്കണം. നിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് അവളെ നിർത്താൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് നീ വീട്ടിലേക്ക് തന്നെ വരേണ്ടി വരും. വല്യേട്ടൻ സംസാരിച്ചു കൊണ്ടേയിരുന്നു. ജയ് ഒന്നും പറയാതെ കേട്ടുകൊണ്ടേയിരുന്നു. മനസ്സിലായോ പറയുന്നത്? വല്യേട്ടൻ വളരെ ശാന്തമായി ചോദിച്ചു. മനസ്സിലായേട്ടാ. അപ്പോൾ ആഴ്ചയിൽ ഒരു തവണ മുടങ്ങാതെ നീ വീട്ടിൽ വരണം. മനസ്സിലായോ? ജയ് ഒന്ന് മൂളുക മാത്രം ചെയ്തു. അപ്പോൾ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. അപ്പോൾ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. നിനക്ക് ലീവുള്ള ദിവസമോ എങ്ങനെയാണ് നിൻ്റെ സൗകര്യം പോലെ, അതെപ്പോഴായാലും കുഴപ്പമില്ല. പക്ഷെ ആഴ്ചയിൽ ഒരു തവണ നീ എന്തായാലും വീട്ടിൽ വന്നിരിക്കണം. അത് അമ്മയ്ക്ക് ഭയങ്കര വിഷമാവും. ഓക്കെ? വല്യേട്ടൻ പറയുന്ന ഓരോ കാര്യത്തിനും ഒരു മൂളൽ മാത്രമായി ജയുടേത്.